ചില നിവേദനങ്ങളിൽ അത്തഹിയ്യാതു ലില്ലാഹ്, അസ്സലവാത്തു അത്തയ്യിബ എന്ന് തുടങ്ങി പിന്നെ നമുക്ക് പരിചയമുള്ള അതേപോലെ തന്നെ ചൊല്ലി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന് പകരം വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് തുടങ്ങിയിട്ടുള്ള രൂപത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് നിലക്ക് നബി തിരുമേനിയിൽ നിന്ന് സഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള തശഹ്ഹുദിന്റെ ഏത് രീതികളും നമുക്ക് അവലംബിക്കാവുന്നതാണ്. ഏത് രീതി അവലംബിച്ചാലും നമുക്കതിന് പുണ്യം ലഭിക്കുന്നതാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന്റെ ചില എന്താണ് അത്തഹിയ്യാത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ചില ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ അർത്ഥമൊന്നും അറിയാതെ ഇങ്ങനെ ഉരുവിട്ടു പോവുകയാണ്. എന്തൊക്കെയോ മഹത്വമേറിയ കാര്യങ്ങൾ നമ്മൾ ആ തശഹ്ഹുദിലൂടെ റബ്ബുൽ ആലമീനിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ച് വാസ്തവത്തിൽ ചിന്തിക്കുന്നില്ല. നമസ്കരിക്കുന്ന ഒരു മുസ്ലിം ഏറ്റവും അധികം പ്രാധാന്യപൂർവ്വം അവൻ നിർവഹിക്കുന്ന തശഹ്ഹുദിൽ ഒരുപാട് ഗുണപാഠങ്ങൾ ആ തശഹ്ഹുദ് അവനെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ പറയുന്നത് അത്തഹിയ്യാത്തു, തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച സമർപ്പിക്കുക, കാണിക്ക നൽകുക. തഹിയ്യത്ത്, പള്ളി കയറിയാൽ ഒരു തഹിയ്യത്തുസ്കാരം എന്നാണ് നമ്മൾ പറയാ. അതൊരു കാഴ്ചയാണ്, ഒരു കാണിക്ക അർപ്പിക്കുകയാണ്. അപ്പൊ അത്തഹിയ്യാത്തു എല്ലാ കാണിക്കകളിൽ അർപ്പിക്കുവാനും, എല്ലാ തിരുമുൽ കാഴ്ച എന്നാണ് നമ്മൾ അതിനെ കൊണ്ട് മലയാളത്തിൽ പഠിച്ചിട്ടുള്ളത്. എന്ത് കാഴ്ചകൾ അർപ്പിക്കുവാനും അർഹൻ അത്തഹിയ്യാത്തു അൽ മുബാറകാത്തു, അനുഗ്രഹങ്ങൾ, എല്ലാ ബർക്കത്തുകളും, അതേപോലെ തന്നെ അസ്സലവാത്തു, എല്ലാ പ്രാർത്ഥനകളും, അത് നിസ്കാരം പെട്ടു, മറ്റുള്ള എല്ലാം അതിൽ ഉൾപ്പെട്ടു. അത്തയ്യിബാത്തു, എല്ലാ നല്ലതും അതിലെല്ലാം പെട്ടുകഴിഞ്ഞു. ലില്ലാഹ്, അള്ളാഹുവിനാണ്. എല്ലാം അള്ളാഹുവിനാണ് വാസ്തവത്തിൽ അർപ്പിക്കാൻ ഏക ശക്തി ആ നാഥൻ മാത്രമാണ് എന്ന് നമ്മൾ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്, അതാണ് അതിന്റെ ആദ്യ ഭാഗം. അതിൽ ഇവിടെ നമ്മൾ സമർപ്പിക്കാവുന്നതിൽ വെച്ച് നല്ല വാക്കുകൾ, നല്ല പ്രവർത്തനങ്ങൾ, അനുഗ്രഹങ്ങൾ, എല്ലാ നല്ലതായ പ്രവർത്തനങ്ങളും എല്ലാത്തിന്റെയും കേന്ദ്രവും ഉടമയും റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്. അതുകൊണ്ട് പകരം എന്തെങ്കിലും നൽകാൻ ഈ പ്രപഞ്ചത്തിൽ യോഗ്യതയും അർഹതയുമുള്ള ഒരു ശക്തിയുണ്ടെങ്കിൽ അത് റഹ്മാനായ തമ്പുരാന് മാത്രമാണ്. വേറെ ആര് മുഖേന എനിക്ക് കിട്ടിയാലും എന്തിന്റെയും സ്രോതസ് പടച്ചതമ്പുരാനാണ്. അതുകൊണ്ട് എന്റെ എല്ലാ നന്ദിയും, എന്റെ എല്ലാ നല്ല വാക്കുകളും, എന്റെ എല്ലാ നല്ല കർമ്മങ്ങളും അർപ്പിക്കുവാൻ അർഹതയും യോഗ്യതയും അവകാശവും ഉള്ളത് റഹ്മാനായ റബ്ബുൽ ആലമീനിന്റെ മാത്രമാണ്. അതാണ് നമ്മൾ ആദ്യ വരിയിൽ പറഞ്ഞത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. ഇനി നമ്മൾ പറയുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയാണ് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക, താങ്കളുടെ മേൽ രക്ഷയുണ്ടാവട്ടെ. അയ്യുഹൻ നബിയ്യു, ഹേ പ്രവാചകരെ. വറഹ്മത്തുള്ളാഹി, അല്ലാഹുവിന്റെ കാരുണ്യവും വർഷിക്കുമാറാകട്ടെ. വബറകാതുഹു, പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളും വർഷിക്കുമാറാകട്ടെ. ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയാണ് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ. അസ്സലാമു അലൻ നബി, നബിയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയും റഹ്മത്തും ബർക്കത്തുകളും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതിലൂടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട തത്വം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വലാത്തും സലാമും പ്രാർത്ഥനയും ഒക്കെ നിർവഹിക്കുന്നതിലൂടെ മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. ഇത് ഈ ലോകം കണ്ട നല്ലവരിൽ നല്ലവനായ മനുഷ്യൻ, അഷ്റഫുൽ ഖൽഖ് എന്നാണ് നമ്മൾ അദ്ദേഹത്തെ മദ്ഹ് പറയാറുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ എല്ലാറ്റിലും ഉന്നത വ്യക്തിത്വം പുലർത്തുന്ന വ്യക്തിത്വമാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് ഒരുപാട് പ്രാധാന്യങ്ങളുള്ള പ്രവാചകൻ. എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായിക്കൊണ്ട്, ലോകത്തിലുള്ള എല്ലാ ജനകോടികളുടെയും നേതാവായിക്കൊണ്ട്
നാളെ പരലോകത്ത് ഒന്നാമതായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള ജനത മുഴുക്കെ പ്രയാസങ്ങളും വെപ്രാളത്തിലുമായി കൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ദിവസം എല്ലാ അമ്പിയാക്കളും കൈമലർത്തുമ്പോഴും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചതമ്പുരാന്റെ മുമ്പിൽ വർഷങ്ങളോളം സുജൂദിൽ കിടന്ന് ഈ ജനകോടികൾക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശ പറഞ്ഞുകൊണ്ട് വിചാരണക്കൊന്ന് എടുത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്ക യോഗ്യത നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലോകത്ത് പടച്ചതമ്പുരാനെ കഴിച്ചാൽ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഒന്നാമതായി വരുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 5 നേരം ലോക മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ലോകത്തുള്ള എല്ലാ മിനാരങ്ങളിൽ നിന്നും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാത്ത ബാങ്കല്ല. പ്രവാചകന്റെ പേര് പറയാത്ത ബാങ്കല്ല. പ്രവാചകന്റെ പേര് പറയപ്പെടാത്ത നിസ്കാരങ്ങൾ അത് ശരിയായ രൂപത്തിൽ നിസ്കാരമായി മാറുന്നില്ല. എല്ലാറ്റിലും സ്ഥാനം നൽകിക്കൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ അവന്റെ ജീവനേക്കാൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലേ, ആ പ്രവാചകന് വേണ്ടിയും നീ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കരുത്. ആ എല്ലാ സ്ഥാനമാനങ്ങളുമുള്ള പ്രവാചകന് പോലും റബ്ബുൽ ആലമീനിന്റെ ഔദാര്യമില്ലാതെ കണ്ട് രക്ഷയില്ല. ആ റബ്ബിന്റെ രക്ഷയും സമാധാനവും കിട്ടാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും രക്ഷയില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അവസാനങ്ങളിൽ റബ്ബിനോട് കേണപേക്ഷിക്കണം. അതാണ് മുസ്ലിമിനെ കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് നിസ്കരിക്കുക. അല്ല നബിനെ വിളിച്ച് തേടല്ല, റസൂലുള്ളാഹിനെ വിളിച്ച് തേടുകയല്ല. നേരെ എതിരാണ് ഇവിടെ വിഷയം. ഈ കണ്ട പ്രാധാന്യങ്ങളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ചവനെ, നിന്റെ അനുഗ്രഹങ്ങളും നിന്റെ കരുണയും നിന്റെ രക്ഷയുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വർഷിക്കുമാറാകണമേ. റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. അപ്പോ ഏറ്റവും നല്ല മനുഷ്യന് വേണ്ടി പോലും നമ്മൾ ദുആ ചെയ്യണമെങ്കിൽ ആ മനുഷ്യനോട് പോലും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല, അദ്ദേഹത്തിന് വേണ്ടിയും റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന ഏറ്റവും വലിയ തൗഹീദിന്റെ സിദ്ധാന്തം അത്തഹിയാത്ത് ചൊല്ലുന്ന മുസ്ലിമിന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കണം. അതാണ് അത്തഹിയാത്ത് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സന്ദേശം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നബിക്ക് വേണ്ടി നമ്മളവിടെ പ്രത്യേകം ദുആ ചെയ്തു കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ അതങ്ങനെ സ്പീഡിൽ അടിച്ചുവിടും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി എന്താ പറയുന്നത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. അസ്സലാമു അലൈനാ, രക്ഷ, നബിക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി അസ്സലാമു അലൈനാ, പടച്ചവനെ രക്ഷ ഞങ്ങളുടെ മേലും ഉണ്ടാകണേ. ഞങ്ങളുടെ മേലെന്ന് പറയുമ്പോ ഈ നിസ്കരിക്കുന്ന എന്റെ മേല് മാത്രമല്ല, വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ, സാലിഹീങ്ങളായിട്ട് ഈ ഭൂമുഖത്ത് ആരൊക്കെ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ടോ എല്ലാ സാലിഹീങ്ങൾക്കും നീ രക്ഷ നൽകണം റബ്ബേ. നിസ്കാരത്തില് നമ്മൾ ലോക മുസ്ലിമീങ്ങൾ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? അസ്സലാമു അലൈനാ, ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാവണേ. പടച്ചോനെ, നിന്റെ രക്ഷയല്ലാതെ ഒരു രക്ഷയുമില്ല. നിന്റെ സലാമത്ത്, നിന്റെ ബർക്കത്ത്, നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം, നിന്റെ മഗ്ഫിറത്ത് എല്ലാം കേന്ദ്രം നിന്റെതാണ്. അത് ഞങ്ങളുടെ മേലുണ്ടാകണം. ഓരോരുത്തരെങ്ങനെ പിന്നെ പേരെടുത്ത് പറയേണ്ടതില്ല. പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേര് ആദ്യം പറഞ്ഞു. റസൂലുള്ളാഹിക്ക് ആദ്യം കൊടുക്കു പടച്ചോനെ. കാരണം ഞങ്ങൾ ഇന്ന് നിസ്കരിക്കുന്ന ഈ നിസ്കാരം നേരായ രൂപത്തിൽ നിർവഹിക്കുവാനുള്ള വഴി കാണിച്ചു തന്ന വ്യക്തിത്വം ആ പ്രവാചകനാണ്. അതുകൊണ്ട് ആദ്യം അങ്ങോട്ട് കൊടുത്തു. ഈ ഞങ്ങൾക്കും തരണം സാധുക്കൾ. ഞങ്ങൾക്ക് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ സാലിഹീങ്ങൾക്കും നീ കൊടുക്കണേ റബ്ബേ, രക്ഷ നൽകണേ. ഇത് ആദ്യകാലത്ത് സ്വഹാബാക്കിറാം നിർവഹിച്ചിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല. അത്തഹിയാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് പല സ്വഹാബികളും അവർ പലപ്പോഴും അവർ പറയുന്നു, കുന്നാ ഇദാ സല്ലൈനാ ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ പിന്നിൽ നിസ്കരിക്കുമ്പോ ഖുൽനാ, ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, അസ്സലാമു അലാ ജിബ്രീല വ മീകായിൽ, അസ്സലാമു അലാ ഫുലാൻ വ ഫുലാൻ.
ജിബ്രീലിന്റെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, മീകായിലിന്റെ റബ്ബിന്റെ രക്ഷയുണ്ടാവട്ടെ, ഇന്ന ആൾക്കാർക്കൊക്കെ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നിങ്ങനെ പേരെടുത്ത് പറയുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഒരിക്കൽ നബിയുടെ ശ്രദ്ധയിൽ ഇടപെട്ടപ്പോൾ ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവാണ് രക്ഷയുടെ ഉറവിടം. നിങ്ങളിതൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ഇനി ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ സലാം പറയേണ്ടതില്ല. അവൻ ഇങ്ങനെ പറയട്ടെ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ മതി. എന്താ കാരണം? ഫൈന്നക്കും ഇദാ ഖുൽതുമൂഹ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ മതി. എന്നാൽ ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ദുആയുടെ ഒരു പ്രാധാന്യം, ദുആയുടെ ഒരു രീതി അത്തഹിയാത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മുടെ കാര്യം പറയുക. നമ്മുടെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു രീതി ഇതിൽ കാണാൻ സാധിക്കും. കാരണം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈന നമ്മുടെ കാര്യം പറഞ്ഞു, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിൽ വരെ നമ്മൾ ഈ കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളത് ഓർക്കുന്നില്ല. പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രമാക്കരുത്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിന് ആദ്യം മുൻഗണന കൊടുക്കണം. അതിവിടെയും കൊടുത്തു. അസ്സലാമു അലൈനാ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് രക്ഷ തരണേ. പിന്നെ പറഞ്ഞു വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ അടിമകൾക്കും കൊടുക്കണം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒന്നും കൂടി ആവർത്തിക്കണം. ഞാനിതാ പടച്ചതമ്പുരാനല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായി ആരും തന്നെയില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്റെ ജീവിതം അതിന് സാക്ഷിയാണ് എന്നർത്ഥം. ഞാൻ പറയുന്നു എന്നല്ലല്ലോ, അശ്ഹദു എന്നാണ്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അഖൂലു എന്നറിയുന്നത് അശ്ഹദു എന്നറിയുന്നത് വ്യത്യാസം. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ലാതെ ഞാൻ പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ പറയുന്നു. അതുപോലെയല്ല അശ്ഹദു എന്ന് പറയുമ്പോൾ ഞാൻ സാക്ഷി നിൽക്കുന്നു എന്നാണ്. അപ്പൊ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുമില്ല. എന്താ തെളിവ്? എന്റെ ജീവിതം നോക്കി. ഞാൻ അല്ലാഹനെ അല്ലാതെ ആരാധിക്കുന്നില്ല, ഞാൻ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ റബ്ബിനല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നില്ല, ഞാൻ റബ്ബിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യുന്നില്ല, ഞാൻ റബ്ബിന് വേണ്ടിയല്ലാതെ ഭജനമിരിക്കുന്നില്ല, ഞാൻ റബ്ബിന്റെ ഭവനത്തിന്റെ ചുറ്റുമല്ലാതെ തവാഫ് നടത്തുന്നില്ല. അങ്ങനെ ഒരു 100,000 പ്രശ്നങ്ങൾ. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നതിന് എന്റെ ജീവിതം സാക്ഷിയാണ്. അതെങ്ങനെയാ? ആ പ്രവാചകൻ കാണിച്ചു തന്നതാണ് എന്റെ ജീവിതത്തിലൊക്കെ ഉള്ളത്. അത് ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിതാ നടക്കുന്നു ഞാൻ. അതല്ലേ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. എല്ലാ ജനങ്ങൾക്കും മാതൃകയാണ് നിങ്ങൾ മുസ്ലിമീങ്ങൾ. എല്ലാവർക്കും നിങ്ങൾ ശുഹദാക്കളാണ്, മാതൃകകളാണ്. നിങ്ങൾക്ക് മാതൃകയാരാണ്? വയകൂന റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങൾ പാഠം പഠിച്ചത് ആരിൽ നിന്ന്? റസൂലുള്ളാഹിയിൽ നിന്ന്. അത് കേട്ടുകൊണ്ട് പഠിച്ച നിങ്ങൾ മറ്റുള്ള മതസ്ഥരിക്കും മറ്റു ജനസമൂഹത്തിന് നിങ്ങൾ മാതൃകയാണ്. അതാ നമ്മളാ പറയുന്നത്, പടച്ചോരെ ഞാൻ മാതൃകയാണ്, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വഅശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നു. എന്ത് വലിയ ഗൗരവമുള്ള വിഷയ പറയുന്നത്. പിന്നെ പറയുന്നത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാണ്. ഇത് ആദ്യത്തെ തഹിയ്യാത്തിൽ ഇത്രമാത്രം പറഞ്ഞാൽ മതി. സമയം കിട്ടിയാൽ ആദ്യത്തെ തഹിയ്യാത്തിലും സ്വലാത്ത് ചൊല്ലണം, അവസാനത്തെ തഹിയ്യാത്തിൽ മാത്രമേ സ്വലാത്ത് ചൊല്ലാവൂന്നൊന്നുമില്ല. സമയം കിട്ടിയാൽ ആദ്യത്തെ തഹിയ്യാത്തിലും സ്വലാത്ത് ചൊല്ലാം.